ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ജ്യൂസിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള ഒരു 5 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് നമുക്ക് എടുക്കാം. നെല്ലിക്കയുടെ പുളി കാരണം നമുക്ക് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഇതുപോലെ ജ്യൂസായിട്ടൊന്ന് അടിച്ച് നോക്കുക. നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് നമുക്ക് ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോഴേ കുരുവെല്ലാം കളഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ മിൻറ്റ് ലീവ്സ് ഒരു 3 ഇതളിടുന്നുണ്ട്. അതുപോലെ നാരങ്ങയുടെ ജ്യൂസ്, ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ശകലം വെള്ളം, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് പുളിയാണെന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷേ ജ്യൂസായിട്ട് അടിച്ച് നോക്കുക, അത് ഒരു വേറൊരു ലെവലാണ്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ആദ്യം ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നീട് 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിനിയൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിക്കാതെ കുടിച്ചാൽ നമുക്ക് തൊണ്ടയിൽ കുത്തുന്നതായിട്ട് തോന്നും, കുടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നെല്ലിക്ക പതിവായിട്ട് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന്. വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ ബ്ലീഡിങ് ഗംസ് കൺട്രോൾ ചെയ്യുന്നതിനും നമ്മുടെ മുടിയുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ അനീമിക്കായി ഇതിനകത്ത് നെല്ലിക്കയ്ക്കകത്ത് അയണുണ്ട്. അപ്പോൾ അനീമിക്കായിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു ഒന്നാണ് നെല്ലിക്ക. പിന്നെ ഇത് നെല്ലിക്കയാണെങ്കിൽ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനും വളരെ ഹെൽപ്ഫുള്ളായിട്ടൊന്നാണ് നെല്ലിക്ക. അതുകൊണ്ട് ഭക്ഷണത്തിൽ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ നാരങ്ങ 1 എടുത്ത് അതിൽ അരമുറി മാത്രമേ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ നേരത്തെ എടുത്തുള്ളൂ. ബാക്കിയുള്ള ജ്യൂസ്, നെല്ലിക്ക ജ്യൂസൊക്കെ എല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള ജ്യൂസ് പിന്നീടാണ് ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സിലെ ജ്യൂസിലോട്ട് 1 ടീസ്പൂണ് ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മറ്റേ ഗ്ലാസ്സിലെ ജ്യൂസിൽ ഒരു ശകലം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള നമുക്ക് ഉപയോഗിക്കാം. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം, ഹണി വേണമെങ്കിൽ ഹണി, അല്ലെ ഉപ്പ്, നമുക്ക് ഏതാണോ ഇഷ്ടം അത് ഉപയോഗിക്കാം. പക്ഷേ ഇത് കൂടി പോകരുത്, ഒരു ചെറിയ അളവിൽ മതി. ശകലം ഇട്ടപ്പോൾ തന്നെ ഞാൻ ശകലം ഇട്ടുള്ളൂ. അപ്പം തന്നെ എനിക്കത് കൂടുതലായിട്ട് തോന്നിയിരുന്നു. അതുകൊണ്ട് ഒരു പേരിന് മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുടെ വേണമെങ്കിൽ ഇടാവുന്നതാണ്. ഞാനിവിടെ ഇട്ടിട്ടില്ല. മിൻറ്റ് ലീവ്സ് കൂടെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഫുൾ കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വേറൊരു വീഡിയോ വരുന്നിടം വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.